നമ്മളെക്കാളും സ്മാർട്ടായിട്ടുള്ള നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരുത്തം വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും? സ്ഥിരം ഓർഡർ തരുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ കച്ചവടക്കാരുണ്ട്. ആക്ച്വലി ഇത് നല്ല തന്നെയാണ്, നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെക്കാളും സ്മാർട്ടായിട്ടുള്ള നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരുത്തം വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും? അതുകൊണ്ട് നിങ്ങളൊരു മാനുഫാക്ചർ ആയിരിക്കാം, നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, നിങ്ങളൊരു ട്രേഡർ ആയിരിക്കാം. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഒഴിവാക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും ബിസിനസ്സിൻ്റെ ഹെൽത്തിനും നല്ലതാണ്. എപ്പോഴും കസ്റ്റമർ ഡൈവേഴ്സിഫിക്കേഷനും പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനും നമുക്ക് വേണം. എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ? ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറലവൻ്റ് ആയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ എപ്പോഴും ഒരൊറ്റ ടൈപ്പ് പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിനേക്കാളും നല്ല കോമ്പറ്റീറ്റീവ് ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കസ്റ്റമറിലും ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ്, പ്രോഡക്റ്റിനും ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ്.